ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രീസ്റ്റ് സ്പിരിച്വൽ മിഷൻ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ബിബ്ലിക്കൽ പേഴ്സണാലിറ്റീസ് എന്ന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നേ ദിവസം യേശുവിൻ്റെ മൃതശരീരം അടക്കുന്ന നിക്കോദിമോസിനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ടാണ് നാം ആഗ്രഹിക്കുന്നത്. നിക്കോദിമോസ് ഒരു പരീശനും സന്നദ്രി സംഘത്തിലെ അംഗവും യഹൂദന്മാരുടെ പ്രമാണിയും റബ്ബിയും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെക്കുറിച്ചും സ്വദേശത്തെക്കുറിച്ചും ബൈബിളിൽ എഴുതിയിട്ടില്ല. യേശുവും നിക്കോദേമോസും തമ്മിലുള്ള സംഭാഷണം വിശുദ്ധ യോഹന്നാൻ 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനത്തിൻ്റെ വിജയം എന്നാണ് നിക്കോദേമോസ് എന്ന പദത്തിൻ്റെ അർത്ഥം. അദ്ദേഹം രഹസ്യമായി യേശുവിനെ പിന്തുടരുന്ന ഒരു വ്യക്തിയായിരുന്നു. മറ്റാരും കാണാതിരിക്കാൻ രാത്രിയിലാണ് അദ്ദേഹം യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്നത്. അദ്ദേഹം ഒരു ജ്ഞാനിയായ വ്യക്തി ആയതുകൊണ്ടായിരിക്കണം വീണ്ടും ജനനം എന്ന സങ്കീർണമായ ആശയമാണ് യേശു അദ്ദേഹത്തോട് പറയുന്നത്. അദ്ദേഹം സമൂഹത്തിൽ സ്ഥാനമാനങ്ങളുള്ള വ്യക്തി ആയതുകൊണ്ടും അത് നഷ്ടപ്പെടുത്തുവാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടുമാണ് മറ്റാരും കാണാതെ രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്നത്. എന്നാൽ യേശു അദ്ദേഹത്തോട് പറയുന്നത് ചെറിയ മാനസാന്തരമൊന്നുമല്ല ആവശ്യം, വീണ്ടും ജനനത്തിലൂടെ പുതിയ സൃഷ്ടിയായാൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. യേശുവിനെ കുറിച്ച് പലരും പറഞ്ഞത് കേട്ടതുകൊണ്ടായിരിക്കണം, അത് സത്യമാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയായിരിക്കണം അദ്ദേഹം യേശുവിനെ കാണുവാനായിട്ട് ചെല്ലുന്നത്. വിശുദ്ധ യോഹന്നാൻ 9-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നത് പോലെ യേശുവിനെ അംഗീകരിക്കുന്നവരെ പള്ളിഭ്രഷ്ടരാക്കണമെന്ന് യഹൂദ പ്രമാണിമാർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. യേശു തൻ്റെ പരസ്യശുശ്രൂഷ ആരംഭിച്ച കാലഘട്ടത്തിൽ പെസഹ പെരുന്നാളിന് യെരുശലേമിൽ ചെന്ന സമയത്താണ് നിക്കോദിമോസ് യേശുവിനെ സന്ദർശിക്കുന്നത് എന്ന് വിശുദ്ധ യോഹന്നാൻ 2:23 രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവുമായിട്ടുള്ള സംഭാഷണത്തിന് ശേഷം ഹൃദയം കൊണ്ട് അദ്ദേഹം യേശുവിൽ വിശ്വസിച്ചു എന്ന് തുടർന്നുള്ള പല വേദഭാഗങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ സേവകർ യേശുവിനെ പിടിക്കാതെ മടങ്ങി വന്നപ്പോൾ മഹാപുരോഹിതന്മാരും പരീശന്മാരും അവരെ കുറ്റപ്പെടുത്തുകയാണ്. തുടർന്ന് ആ സമൂഹത്തിൽ യേശുവിനെ ചൊല്ലി തർക്കമുണ്ടാകുമ്പോൾ നിക്കോദിമോസ് യേശുവിന് വേണ്ടി വാദിക്കുന്നതായി വിശുദ്ധ യോഹന്നാൻ 7:51 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നിക്കോദിമോസ് ചോദിക്കുന്നു, ഒരു മനുഷ്യന്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ? അതോടെ യേശുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാതെ എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. നിക്കോദിമോസിന് കിട്ടിയ വലിയ ഭാഗ്യമാണ് യേശുവിൻ്റെ മൃതശരീരം സംസ്കരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത്. അരിമഥ്യക്കാരൻ യോസേഫ് പാറയിൽ വെട്ടിയെടുത്ത ഒരു പുതിയ കല്ലറ യേശുവിൻ്റെ ശരീരം സംസ്കരിക്കുവാനായിട്ട് വിട്ടുകൊടുത്തു എങ്കിൽ നിക്കോദിമോസ് ആവട്ടെ വിലയേറിയ സുഗന്ധവർഗം ഉപയോഗിച്ചാണ് യേശുവിൻ്റെ മൃതശരീരം സംസ്കരിച്ചത്. വിശുദ്ധ യോഹന്നാൻ 19-ാം അധ്യായം 39-40 വാക്യങ്ങൾ. ആദ്യം രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന നിക്കോദിമോസും ഏകദേശം 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടു കൂടെ ശീല പൊതിഞ്ഞു കെട്ടി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കേത്താന പട്ടുശീലയായിരുന്നു എന്നാണ് നാം ആരാധനാക്രമത്തിൽ കാണുന്നത്. യേശുവിൻ്റെ തിരുശരീരം യോസേഫും നിക്കോദിമോസും കൂടെ ക്രൂശിൽ നിന്നിറക്കി
അടക്കുവാനായിട്ട് കൊണ്ടുപോയപ്പോൾ അദൃശ്യരായി അവരെ പിന്തുടർന്ന സ്വർഗീയ മാലാഖമാർ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്ന് ചൊല്ലി. യേശുവിൻ്റെ ശരീരം വഹിച്ചതുകൊണ്ടായിരിക്കണം അവർക്ക് മാലാഖമാരുടെ ശബ്ദം കേൾക്കുവാൻ സാധിച്ചത്. തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് യൗസേഫും നിക്കോദിമോസും ചൊല്ലി ആ പ്രാർത്ഥന പൂർത്തീകരിച്ചു. ഈ പ്രാർത്ഥനയാണല്ലോ ത്രൈശുദ്ധ കീർത്തനം എന്നറിയപ്പെടുന്ന തലമുറയായി നാം ചൊല്ലുന്നതായ പ്രാർത്ഥന.